ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ അരുട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിലുള്ള ഒരു പേഴ്സണൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ എന്ത് സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്, ആ ഒരു സിറ്റുവേഷന് നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ 2 പയൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പൈലായിട്ട് ഈ മഞ്ചാടി ഗുരുവാണ് ഫസ്റ്റ് പൈല്. സെക്കൻഡ് പൈല് ഈ രുദ്രാക്ഷമാണ്. ഇതൊരു 4 മുഖമുള്ളൊരു രുദ്രാക്ഷമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അഗസ്ത്യാർകൂടത്തിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നതാണത്. 4 മുഖമുള്ള ഒരു രുദ്രാക്ഷം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ വസ്തു നിങ്ങൾക്ക് പയലായിട്ട് സ്വീകരിക്കാം. ഈ മഞ്ചാടി ഗുരു, ഇത് ഞാൻ ഗുരുവായിരുന്നു വാങ്ങിയ മഞ്ചാടി ഗുരുവാണ്. ഇത് 4 മുഖമുള്ളൊരു രുദ്രാക്ഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പയലായിട്ട് തിരഞ്ഞെടുക്കാം. കാരണം ഇങ്ങനെയൊക്കെയുള്ള റീഡിങ്സിൽ ഇടയ്ക്കെങ്കിലും അത് ചെയ്യണം എന്ന് എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഒരേ സിറ്റുവേഷനിലൂടെ അല്ല കടന്നു പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പയൽ വെച്ച് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫസ്റ്റ് പൈലാണ്, ഇത് സെക്കൻഡ് പൈലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൈൽ എടുത്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഈ മഞ്ചാടി ഗുരു എടുത്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് ആദ്യം നോക്കാം. എന്ത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അഥവാ ഈ ഒരു പയല് നിങ്ങൾ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് റെസണേറ്റ് ആയി തോന്നിയില്ല എങ്കിൽ നിങ്ങൾ സെക്കൻഡ് പയല് കൂടി ഒന്ന് കണ്ടു നോക്കുക. കാരണം ചിലപ്പോൾ നമ്മൾ പയൽ സെലക്ട് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാം. അല്ലെങ്കിൽ നിങ്ങൾ 2 പയലും നിങ്ങൾ കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ 2 പയലിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ മെസ്സേജസ് ഉണ്ടായിരിക്കും. നോക്കാം എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. നൈറ്റ് ഓഫ് വാൻസ്, ഹെർമിറ്റ്, 6 ഓഫ് പെൻഡക്കിൾ, ഏസ് ഓഫ് കപ്പ് ആൻഡ് ഹൈ പ്രീസ്റ്റസ്. ഇത് ഫസ്റ്റ് പയല്, അതായത് ഈ മഞ്ചാടി ഗുരു എടുത്ത ആൾക്കാരുടെ എനർജി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ എനർജിയാണ് ഇതിൽ വരുന്നത്. കൂടുതൽ അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള സംശയങ്ങളായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്, എൻ്റെ പർപ്പസ് എന്താണ്, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്ട്രഗിൾ എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഈ വ്യക്തികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ്, എനിക്ക് എന്തുകൊണ്ടാണ് ചീറ്റിംഗ് ഉണ്ടായത്, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളുള്ള ആൾക്കാരാണ് ഈ ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അവർ ഈ ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർ ഒരുപാട് മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ ടാരോ റീഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും എനർജി വർക്ക് ചെയ്യുന്ന, അതായത് ലൈറ്റ് വർക്കേഴ്സ് ആയിരിക്കാം ഇതിൽ ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർ കൂടുതലും. അവർ ഒരു നമ്മളുടെ ഈ ഒരു ജന്മത്തിലുപരി പല ജന്മങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉള്ളവരും, പിന്നെ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളവരും, ഇൻഡ്യൂഷൻ ഉള്ളവരും, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഓരോ മെസ്സേജസ് കിട്ടുന്ന ആൾക്കാരുമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഗൈഡൻസ് പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്, ഹെർമിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹൈലി സ്പിരിച്വലായിട്ടുള്ള അങ്ങനത്തെ സോളാണ് അതെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ള ആ ഒരു മറുപടി നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കാം, അതിനൊരു ക്ലാരിറ്റി മാത്രം മതി എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് കാണുന്നത്. ഇതിലൊരു 4 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്രയും സ്പിരിച്വൽ ആണെങ്കിലും നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ പൂർണ്ണമായി റിലീസ് ചെയ്ത് കളയേണ്ട എന്തോ ഒരു കാര്യം, അത് റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ഇമോഷൻസും ആകാം കേട്ടോ. റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ കുറേ ചിന്താഗതികളാകാം.
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കത് വിട്ടുകളയാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് ചില വ്യക്തികളെ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാതിരിക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. അവർ തന്ന വേദനകളും അതിൻ്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഹീൽ ചെയ്യാതെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഹീൽ ചെയ്യാൻ നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ട് അതൊന്നും നടക്കാതെ വീണ്ടും ഒരു തിരമാല പോലെ നിങ്ങളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ അത്രയധികം ചിലപ്പോൾ ഈ ഒരു വ്യക്തികളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് നിങ്ങളുടെ തന്നെ ചിന്താഗതികളാണ് കേട്ടോ ഇതിൽ ഹൈലി സ്പിരിച്വലാണ്. പക്ഷേ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിട്ട് കൊടുക്കാത്ത ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്, നമുക്ക് വിട്ട് കളയാൻ പറ്റാത്ത. ചിലപ്പോൾ അത് നമ്മളുടെ ചില ഇമോഷൻസ് ആയിരിക്കാം. ചില ആൾക്കാർക്ക് ഇതിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ് ശരിയെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതൊന്ന് മാറിപ്പോകാനോ മാറ്റിക്കളയാനോ ഒന്നും നിങ്ങൾക്കും പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾ തന്നെ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നും ഒളിച്ചോടാനും നിങ്ങൾക്ക് പറ്റണില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം, അതല്ലാതെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കുറേ കടമകളുണ്ടായിരിക്കാം. ഇതൊന്നും പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി. ഇത് ചെയ്യണോ അതോ ഇത് വിട്ടുകളയണോ അത് ആ ഒരു ഉറപ്പില്ലാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകാത്ത ആൾക്കാരായിരിക്കും കൂടുതലുള്ളത്. കാരണം കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നമ്മളുടെ സോൾ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കില്ല ഇപ്പം നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. നമ്മളുടെ സോൾ ഫാമിലിയിലുള്ള ആൾക്കാരാകുമ്പോഴാണ് നമുക്ക് ആ എനർജിയുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആകുന്നത്. നമ്മളുടെ മാതാപിതാക്കളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ സിബ്ലിങ്സ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളും അവരുമായിട്ട് ശരിക്കും വ്യത്യസ്തരായിരിക്കും. എനർജി ലെവൽ ഒട്ടും തന്നെ കണക്റ്റഡ് ആവില്ല, ചിന്താഗതികൾ ഒട്ടും തന്നെ കണക്റ്റഡ് ആവില്ല. അങ്ങനെയുള്ള ആൾക്കാരാണിത്. കാരണം നിങ്ങൾ തന്നെ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കണമെന്ന്. ചിലപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ മറ്റുള്ള മക്കളോട് വളരെ സ്നേഹവും അവരുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ നിങ്ങളോട് അത്രയും കണക്റ്റഡ് ആയിരിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കും ചിലപ്പോൾ അത്രയും കണക്ഷൻ അവരോട് തോന്നണം എന്നില്ല. ഇത് എല്ലാവർക്കും അല്ല, ചില ആൾക്കാരുടെ ഒരു എനർജി മാത്രമാണ്. ഇതിൽ നിങ്ങൾ കൊടുത്തതൊന്നും തിരിച്ച് കിട്ടാതിരിക്കുന്നു. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് കാണുന്നത്. നിങ്ങൾ എന്ത് കൊടുത്താലും അതൊന്നും അതുപോലെ തിരിച്ച് കിട്ടാത്ത ആൾക്കാരുടെ എനർജി. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ നിങ്ങൾക്ക് കൊടുത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം മാത്രം കൂടുതൽ കെയർ ചെയ്തു, അവരെ മാത്രം ശ്രദ്ധിച്ചു, അവർക്കുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്ന സോളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇതൊരു സെൽഫിഷ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം, നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ത്യാഗം സഹിക്കുന്നു എന്നൊക്കെ പറയണത് അത് പണ്ടത്തെ ഫാഷനാണ്. ഇപ്പം അത് റിയൽ അല്ല എന്നുള്ളതാണ്. ത്യാഗം സഹിച്ച് മരിക്കേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല. നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ സന്തോഷങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ കൂടെയുള്ളവരെ ഒന്നും പ്രതീക്ഷിക്കാതെ, അവരിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ നമുക്ക് സ്നേഹിക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ പറ്റുന്നത്. നമ്മളെ കൂടുതൽ കെയർ ചെയ്ത്, നമ്മളെ സന്തോഷിപ്പിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമുക്ക് പ്രാധാന്യം കൊടുത്ത്, നമ്മളുടെ വാല്യൂ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ കൂടെയുള്ളവർ എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. നമ്മളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ എന്ത് ചെയ്താലും നമ്മളതൊക്കെ ക്ഷമിക്കാൻ പറ്റും. നിരുപാധികം ക്ഷമിച്ചു കൊടുക്കും എന്നുള്ളതാണ്. കാരണം നമ്മളെ സ്നേഹിക്കാൻ നമ്മളുണ്ട്, നമ്മളെ കെയർ ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സെൽഫ് കെയർ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അഥവാ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആകണം. നിങ്ങൾ ഈ ഫസ്റ്റ് പൈലെടുത്ത ആൾക്കാർ അങ്ങനെ ആകണം എന്നുള്ളതാണ്. സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ ചെയ്തിരിക്കണം.
നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ച് തരാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് കാണുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. നിങ്ങൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ഏറ്റവും അടുത്തിരിക്കണം. നിങ്ങൾ യാത്രകൾ പോകാൻ പറ്റുമെന്നുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ യാത്രകൾ പോവുക. അതും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ യാത്രകൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന സൗകര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തന്നെ യാത്രകൾ പോവുക. പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. മെഡിറ്റേറ്റ് ചെയ്യുക. കാരണം ഇതിൽ 2 കാർഡിലും നിങ്ങൾ മെഡിറ്റേഷനെ കുറിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ മെഡിറ്റേഷൻ നമ്മളുടെ സോളിൻ്റെ പവർ വർദ്ധിപ്പിക്കും. മാത്രമല്ല നമുക്ക് തരേണ്ട ഗൈഡൻസ് ഉള്ളിൽ നിന്ന് തന്നെ തരും എന്നുള്ളതാണ്. അത് പുറത്തെങ്ങും നമുക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ടോ നമ്മളുടെ ഈ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതോ ഒന്നും നമ്മൾ മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇൻഡ്യൂഷനിൽ ഇതൊക്കെ കിട്ടും എന്നുള്ളതാണ്. നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് സമാധാനമായിട്ട് ഇരുന്നാൽ, സ്ഥിരം അതങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണോ വേണ്ടത് ആ ഗൈഡൻസ് നമുക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ ഒരു മെസ്സേജ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ വർക്കുകളൊന്നും നിങ്ങൾ മുടക്കാതെ ചെയ്യുക. ഇപ്പം എന്ത് സിറ്റുവേഷനിലായാലും നമ്മൾ കൂടുതൽ സ്പിരിച്വൽ ആകണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടണം. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഉടനെ തന്നെ അപ്പം തന്നെ നമുക്ക് ഫലം കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. ഒരു ഫലവും പ്രതീക്ഷിക്കാതെ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു സമാധാനമെങ്കിലും വരും. നമുക്ക് ഇപ്പം പെട്ടെന്ന് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്കൊരു സമാധാനം വരും. ഇത് എന്തെങ്കിലും നടക്കും, അല്ലെങ്കിൽ ഇതിനൊരു നിവൃത്തി ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വരും എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് നിങ്ങളുടെ സിറ്റുവേഷന്. സ്പ്രിങ് ആണ്, റീബിൽഡിങ്, അവേക്കണിങ്, റീബർത്താണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈസി ആയിട്ട് അത് കടന്നു പോകാനും പറ്റൂല. പക്ഷേ നിങ്ങൾ സമാധാനപ്പെടുക. അത് വീണ്ടും ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം എന്താണോ നഷ്ടപ്പെട്ടു പോയത് അത് തിരിച്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഒരു ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികം നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അത് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. നിങ്ങളൊരു അവേക്കണിങ് സ്റ്റേജിലാണ് എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതിലൊരു നെസ്റ്റും ഒരു എഗ്ഗും ഉണ്ട്. അപ്പം ഇത് വീണ്ടും പുറത്ത് വരും. നിങ്ങൾ ഒരു അവേക്കണിങ് സ്റ്റേജിലാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മുട്ട പൊട്ടി അതിൻ്റെ കുഞ്ഞ് പുറത്ത് വരുമ്പം ആ ഷെല്ല് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈസി അല്ല നമ്മളുടെ ഷെല്ലുകൾ പൊട്ടിച്ച് നമുക്ക് തിരിച്ച് പുറത്തിറങ്ങാൻ. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയും, മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളെ തന്നെ ഒരു കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നെസ്റ്റ് ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ഇരിക്കുന്നു. പക്ഷേ ഇത് പൊട്ടി പുറത്ത് വരും. പക്ഷെ പൊട്ടി പുറത്ത് വരണമെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം. നമ്മൾ ഈസി ആയിട്ട് ഒരു കാര്യവും നടക്കൂല. അപ്പോൾ അത് പൊട്ടി പുറത്ത് വരും. അപ്പോഴാണ് നമുക്കൊരു അവേക്കണിങ് ഉണ്ടാകണത്. നമുക്കൊരു പരിവർത്തനം ഉണ്ടാകും. നമ്മൾ എൻലൈറ്റൻമെന്റിലേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷന് കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഒരു ജന്മത്തിൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെയും നിങ്ങൾ അനുഭവിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളൊരു റീബർത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയതും, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതും, നിങ്ങളുടെ സോളിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നതും,
നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നതും ഒക്കെയും നിങ്ങൾക്ക് ഈ ഒരു റീബർത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതൊരു കുണ്ടലിനി അവേക്കണിങ്ങിൻ്റെ ഒക്കെ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. ഇത് ശരിക്കും വീണ്ടും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പോലും ഒന്നിലും ബോധേഡല്ലാതെ അല്ലെങ്കിൽ ഒന്നിലും കൂടുതൽ നമ്മൾ അങ്ങോട്ട് ബോധേഡാകാതെ ജീവിക്കുന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു ബോധത്തിലേക്ക് മാത്രം, നമ്മുടെ ശുദ്ധബോധത്തിൽ മാത്രം അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അപ്പം നമുക്ക് വേറെ പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കും. നമുക്ക് പ്രശ്നങ്ങൾ വരില്ല എന്നുള്ളതല്ല, നമ്മളുടെ ജീവിതം മുഴുവൻ നമ്മളുടെ ജീവിത അവസാനം വരെയും നമുക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിതൊന്നും നമ്മളെ ബാധിക്കാത്ത തരത്തിൽ ഒരു സാക്ഷിയായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് റീബർത്ത് എടുക്കുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു പൂക്കാലം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ഇത് വെറുതെയാണ്. അത് നിങ്ങൾ ഒന്നൊരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഹെർമിറ്റാണ് ഇതും. അപ്പോൾ നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ട് ഇതൊന്ന് എല്ലാം കടന്നു പോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ പരിവർത്തനത്തിൻ്റെ കാലമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ കടന്നു പോകും. നിങ്ങൾക്കൊരു പൂക്കാലം വീണ്ടും നിങ്ങളുടെയിലേക്ക് വരും. അതൊരു റീബർത്താണ്, ഒരു പുതിയ ജന്മമാണ്. ഇപ്പം എന്ത് പ്രശ്നങ്ങളാണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എൻ്റെ ആയിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വീണ്ടും റീബിൽഡ് ചെയ്ത് റീബർത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വീണ്ടും ഒരു ബർത്ത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാകും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, ഈ ഒരു കാര്യം ഇങ്ങനെ വരണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളതാണ് ഫസ്റ്റ് പയലെടുത്ത ആൾക്കാരുടെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു. ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സെക്കൻഡ് പയല് ഈ ഒരു 4 മുഖമുള്ള രുദ്രാക്ഷം ഇതെടുത്ത ആൾക്കാരുടെ റീഡിംഗ് ആണിത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അഗസ്ത്യാർ മലയിൽ നിന്നും എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നൊരു രുദ്രാക്ഷമാണ്. അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. റയറായിട്ടുള്ള ഒരു രുദ്രാക്ഷമാണ് കേട്ടോ, 4 മുഖമുള്ള രുദ്രാക്ഷം. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത ആൾക്കാരുടെ എനർജിയാണ് ഇത്. നിങ്ങൾ ഈ ഒരു പൈല് നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പൈൽ കൂടി നോക്കണം. കാരണം നിങ്ങൾ തിരഞ്ഞെടുത്തതിലുള്ള മിസ്റ്റേക്കും ഉണ്ടാകാം. അല്ലെങ്കിൽ 2 പൈലും കണ്ടു നോക്കുക, അതിൽ 2ലും നിങ്ങൾക്കുള്ള മെസ്സേജസ് ഉണ്ടാവും. നമുക്ക് നോക്കാം സെക്കൻഡ് പൈലെടുത്ത ആൾക്കാർക്ക് എന്ത് സിറ്റുവേഷനാണ് ഇപ്പം അവർ കടന്നു പോകുന്നത് നോക്കാം. മൂൺ കാർഡാണ്. ഇതിലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. 4 of Swords, സ്റ്റാർ, വേൾഡ്, നൈറ്റ് ഓഫ് ഫണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അത് സാധിക്കാൻ ുള്ള ഒരു വെയിറ്റിങ്ങിലാണ് നിങ്ങളെന്നാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങളെന്തോ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ അങ്ങോട്ട് ഫാസ്റ്റിൽ പോകുന്നില്ല. ഫാസ്റ്റിൽ പോകാതിരിക്കുന്നു. നിങ്ങളതിൽ വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഡിപ്രഷനുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു സ്റ്റക്കായി പോയ പോലത്തെ ഒരു അവസ്ഥ. ഇതിലും നിങ്ങൾക്കൊന്ന് കൂടുതൽ അങ്ങോട്ട് ആക്റ്റീവ് ആകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കുറേയധികം മാനസിക പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ്. സ്റ്റാറാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത്. കാരണം സ്റ്റാറും 8 of ഫണ്ട്സും വന്നിട്ടുണ്ട്. നിങ്ങൾ ഫാഷൻ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ അതൊരു ബൊട്ടീക്കോ അല്ലെങ്കിൽ പാർലറോ അല്ലെങ്കിൽ പെയിൻറ്റിങ് പോലത്തെ കാര്യങ്ങളോ കലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളത് എപ്പോഴായിരിക്കും സംഭവിക്കുന്നതെന്ന് ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങൾക്കതങ്ങോട്ട് നിങ്ങൾ ചെയ്ത കാര്യം മറ്റുള്ളവരങ്ങോട്ട് ചിലപ്പോൾ അംഗീകരിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ
അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ അധികം ആൾക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ആൾക്കാരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, മാനസിക പ്രയാസമുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അതിലൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക്. നിങ്ങളിലും ഇതിൽ ചില ആൾക്കാർ ചിലപ്പം ഒരു അസുഖമൊക്കെ ആയിട്ട് വിദേശത്തു നിന്ന് തിരിച്ചു വന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഒരു സർജറി ഒക്കെ കഴിയോ എന്തെങ്കിലും ഒരു ചിലപ്പം ചെറിയ ആക്സിഡൻറ്റ് എന്തെങ്കിലും വന്ന് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒരു എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷേ ഇതുകൊണ്ടും നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു അസുഖം ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നത് ആ ഒരു കർമ്മങ്ങളെല്ലാം തീർക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് വലിയ വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാതിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു പൈല് എടുത്ത ആൾക്കാരെന്ന് പറയുന്നത് ഇവർ മെറ്റീരിയൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇപ്പം ബ്രേക്കപ്പ് വന്നു, അത് ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾ ഡിപ്രഷനിൽ പോയ ആൾക്കാരാണെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചിലപ്പോൾ ആ വ്യക്തിയോടൊപ്പം ജീവിക്കാനായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് വഴിയെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പം പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു സമയം തന്നെ സംഭവിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയത്ത് ആ ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ ആ സെപ്പറേഷൻ ആവശ്യമായത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം. ഇതിലൂടെ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ സോള് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷനൊക്കെ നിങ്ങൾക്ക് വന്നതെന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ ഈ സ്റ്റാറും വേൾഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വന്നപ്പോൾ നിങ്ങൾ ഏറ്റവും വലിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും നിങ്ങൾക്ക് അത് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണെന്നാണ് അത്. അല്ലാതെ ഈ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഗോൾ എന്നതിലുപരി ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഈ ഒരു സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാരും ശരിക്കും ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഹീലർമാരായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഹീൽ ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെയുണ്ട്. കൂടുതലും ആൾക്കാരും ഹീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എനർജി വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ സെക്കൻഡ് പൈലും തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൂടുതലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണക്റ്റഡ് ആകുന്നത് എപ്പോഴും ഒരു എനർജി വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം. അപ്പോൾ അവർ ചിലപ്പം ഈ ഒരു സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർ നിങ്ങളുടെ ഒരു കുറച്ച് ആൾക്കാർക്ക് ഇത് നിങ്ങൾ ഒരു സ്പിരിച്വൽ ഗോൾ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അച്ചീവ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനുണ്ട് നിങ്ങൾക്ക്. തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് വേൾഡ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം ഫുൾഫിൽ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ ഭൂമി വിട്ടു പോവുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും ഒരു കാര്യവും സംഭവിക്കാൻ പോണില്ല എന്നുള്ളതാണ്. പിന്നെ വിദേശ യാത്ര ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ പഠിക്കാൻ പോകുന്നതായിരിക്കും. അങ്ങനെയുള്ള അതായിരിക്കണം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അത് വളരെ താമസിയാതെ അത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതിലും നിങ്ങൾ ഇതെപ്പോൾ സംഭവിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പം അതിൻ്റെ ഡേറ്റൊക്കെ തീരാറായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളത് സറണ്ടർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തപ്പോൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ PSC ഒക്കെ എഴുതി അത് ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നു, അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത്. കുറച്ച് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് കാണില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊരു ഇത് കാണില്ല. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ മാറ്റം വരുത്തണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ നിങ്ങൾ നല്ല പോലെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ മടിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നല്ല പോലെ വർക്ക് ചെയ്യുക. കൂടുതൽ ആൾക്കാരും ഈ ഒരു ഒന്നുകിൽ IT-യുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫാഷനുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഇത് മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അതിലും മൂവ്മെന്റ് ഇല്ലാതെ ഇരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ടെൻഷനാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുത്ത് മിണ്ടാതിരിക്കാനാണ്. ഇപ്പം നമ്മൾ കുറേ ടെൻഷൻ അടിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇതിന് ഫലമൊന്നും ഉണ്ടാകാൻ പോണില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം പൂർണ്ണമായും പൂർത്തീകരിക്കുന്നത് തന്നെയാണ് കാണുന്നത്. ഒരിക്കലും ട്രാവല് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 8 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ട്രാവൽ ചെയ്യാനുള്ള ഒരു അനുമതി ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരു 8 ആഴ്ചയൊക്കെയാണ്. കൂടുതൽ ആൾക്കാരും ട്രാവല് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടത്. ചിലപ്പോൾ വിസ വരാനോ മെയിൽ വരാനോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു 8 ആഴ്ചയൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ ആൾക്കാർക്കും പറയുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷൻ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോണത് എന്നുള്ളത്. സോൾട്ടാണ്, പ്രൊട്ടക്ഷൻ, ബാനിഷിങ് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റിവിറ്റി വന്നു എന്ന് നിങ്ങൾക്ക് തോന്നി കഴിയുമെങ്കിൽ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൽ തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് സാൾട്ട് വാട്ടർ ബാത്ത് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇതിനകത്ത് ഒരു ഈവിളൈ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഉയർച്ചയിലോ ഒക്കെ മറ്റുള്ളവർ ഒരു ദൃഷ്ടിദോഷം പോലെയുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആ ദൃഷ്ടിദോഷം മാറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്തൊരു നിങ്ങൾ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് കല്ലുപ്പ് കൊണ്ടുവയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ 4 മൂലകളിലും കല്ലുപ്പ് ഒരു ക്രിസ്റ്റൽ ബൗളിൽ വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട്. കുളിക്കുമ്പോൾ നിങ്ങളൊരു ഒരു പിടി കല്ലുപ്പിട്ട് ഒന്ന് ഒരു 9 തവണ ആ ഒരു മഗ്ഗിൽ വെള്ളം എടുത്ത് നിങ്ങൾ കല്ലുപ്പ് ഉപയോഗിച്ച വെള്ളം, കല്ലുപ്പിട്ട അലിയിച്ച വെള്ളം എടുത്ത് നിങ്ങൾ തലയിൽ കൂടെ ഒഴിച്ച് നിങ്ങളുടെ നെഗറ്റിവിറ്റി ഫുള്ളി അത് റിമൂവ് ആകുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നിങ്ങളത് അറിയണം, വെള്ളം ഇങ്ങനെ ഒഴുകി പോകണത്. അപ്പം നിങ്ങളുടെ ഓറയിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം വാനിഷായി പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾക്ക് സാധാ വെള്ളത്തിൽ കുളിക്കാം, അതിൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ നെഗറ്റിവിറ്റിയെ നിങ്ങൾ മാറ്റിക്കളയണം എന്നാണ്. ആൾറെഡി ഒരു ഈവിളൈ പോലെയുള്ള കാര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ സംസാരം കൊണ്ടായിരിക്കും. ഇതിനകത്ത് ഒരു സ്റ്റാറും വേൾഡും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച ഉണ്ടായിരുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കണം ഒരു ദൃഷ്ടിദോഷമൊക്കെ വന്നിട്ടുള്ളത്. അത് നിങ്ങൾ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഓറ എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ക്ലീൻ ഡ്രസ്സസ് മാത്രം ധരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെ അഴുക്കുള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കുക. മാത്രമല്ല നമ്മളുടെ വീട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ധൂപങ്ങൾ പോയിക്കുന്നത് നല്ലതായിരിക്കും. കുന്തിരിക്കമോ അല്ലെങ്കിൽ ബുഹൂറോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പുകച്ച് നെഗറ്റീവിനെ റിമൂവ് ചെയ്യണം. ഉപ്പ് വെള്ളം ഉപയോഗിച്ച് വീട് തുടയ്ക്കാൻ ശ്രമിക്കണം. പിന്നെ ഉപ്പ് വെള്ളം കല്ലുപ്പ് നിങ്ങൾ 4 മൂലയ്ക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രൊട്ടക്ഷനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ബാഗിലോ അല്ലെങ്കിൽ വാലറ്റിലോ ഒക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളുടെ ഫോട്ടോ, ഒരു ചെറിയ ഫോട്ടോ മതി കേട്ടോ, അത് നിങ്ങളുടെ വാലറ്റിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ശരിക്കും ചൈനീസ് വാസ്തുവൊക്കെ ഉപയോഗിച്ച് നമുക്കറിയാമല്ലോ, അതിലൂടെ നമുക്ക് പ്രൊട്ടക്ഷനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്റ്റൽസോ, പ്രൊട്ടക്ഷൻ ഉള്ള ക്രിസ്റ്റൽസ്, അമറ്റിസ്റ്റോ അല്ലെങ്കിൽ ടൈഗർ ഐയോ ബ്ലാക്ക് ഒബ്സിഡിയനോ പോലെയുള്ള പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് വേണം എന്നാണ്. ഇതിനകത്ത് കുറച്ച് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പ്രൊട്ടക്ഷനുള്ള ക്രിസ്റ്റൽസ് നിങ്ങൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏത് തരത്തിലാണോ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ തരത്തിൽ നിങ്ങൾ പ്രൊട്ടക്ഷന് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം. അതിൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.
നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.